ഇത് കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വർക്ക്, ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള സെറ്റ്സിൻ്റെ കളക്ഷൻസ് ആയിരുന്നു കാണിക്കുന്നത്. നല്ല ഭംഗിയുള്ള കളേഴ്സാണ് വന്നിരിക്കുന്നത്. ഒരു 4 ഡിഫറെൻറ്റ് പാറ്റേണിൽ വർക്ക് വരുന്നുണ്ട്. ചെറിയ ചെറിയ വേരിയേഷൻസേ ഉള്ളൂ. ഇത് കണ്ടോ, നല്ല ഭംഗിയുള്ള വർക്കുകൾ. ഇത് 1, 2 ഇതുപോലെ, ഇത് മൂന്നാമത്തെ ഒരു വർക്ക്. ആൻഡ് 4th ഡിസൈൻ വരുന്നത് ഇതുപോലെ കേട്ടോ. 3 ഡിഫറെൻറ്റ് ഡിസൈൻസാണ് വരുന്നത്. ഞാനപ്പോൾ ഇതിൻ്റെ റാൻഡമായിട്ട് പിക്ക് ചെയ്തിട്ടായിരിക്കും വീഡിയോസിൽ കാണിക്കുന്നത്. കണ്ടോ, ഇതുപോലെ വർക്ക്, നല്ല രസമുള്ള ത്രെഡ് വർക്കാണ്. 1720 ആണ് റേഞ്ച് വരുന്നത്. അപ്പോൾ 4 ഡിഫറെൻറ്റ് ഡിസൈൻസിൽ വന്നിട്ടുണ്ട്. കളേഴ്സ് ഏകദേശം ഒരുപോലെയൊക്കെ തന്നെയാണ് വരുന്നത്. അപ്പോൾ നമ്മളതിൻ്റെ റാൻഡം പിക്ക് ചെയ്തിട്ട് ഓരോന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കട്ടെ. ബുക്കിംഗ്സ് സൈറ്റ് വന്ന് ചെയ്യുക. www.glitzindia.com ആണ് സൈറ്റ് ഐ ഡി. ഇതാണ് കേട്ടോ എൻ്റെ ദുപ്പട്ട, നല്ല ഭംഗിയുള്ള ദുപ്പട്ട. നമുക്ക് ഓപ്പൺ ചെയ്ത് കാണാം. ഫസ്റ്റ് കളർ വരുന്നത് നല്ല രസമുള്ള ഗ്രീൻ ഷെയ്ഡ്, അതിൽ ത്രെഡ് വർക്ക് ചെയ്തേക്കുന്ന 1720 ആണ് റേറ്റ്. നല്ല ഫ്ലോയിൽ കിടക്കുന്ന ഫാബ്രിക്കിൽ ഫുൾ ത്രെഡ് വർക്ക് ഉണ്ട്, ഹാൻഡ് വർക്ക് ചെയ്തേക്കുന്നത്. ഇതിനകത്തേക്കൊക്കെ വന്നേക്കുന്ന വർക്കൊക്കെ ഹാൻഡ് വർക്ക്. നമ്മളിതിൻ്റെ ലിനനിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയാണ് കേട്ടോ. തയ്ച്ചിട്ടാലും നല്ല ലെങ്ത്തും വിഡ്ത്തിലുള്ള ഫാബ്രിക്കുമാണ്. നിങ്ങൾക്ക് നല്ല ലെങ്ത്തിലോ 30, 46, 48 ഒക്കെ ഉള്ളവർക്ക് തയ്ച്ചെടുക്കാൻ പറ്റും. ദുപ്പട്ട ഇങ്ങനെയാണ് കേട്ടോ, സെയിം ഫാബ്രിക്കിൽ തന്നെ. ആ എൻ പോർഷനിലെ വർക്കൊക്കെ നല്ല ഭംഗിയാണ്. നിങ്ങൾക്ക് തലയിലിടുന്നവർക്കാണെങ്കിലും പിന്നെ 1 സൈഡ്, സിംഗിൾ സൈഡ്, ഡബിൾ സൈഡ് ഒക്കെ ഇടാൻ പറ്റും. ബോട്ടം വന്നിരിക്കുന്നത് സെയിം ടോൺ, നല്ല ഭംഗിയുണ്ട് കേട്ടോ. സെറ്റ് കാണാൻ 1720 ആണ് റേറ്റ് വരുന്നത്. നല്ല കളേഴ്സും എല്ലാം വന്നിരിക്കുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് ബ്ലൂ ആണ്. അതിൽ നെക്സ്റ്റ് പാറ്റേൺ ഈ ഒരു പാറ്റേൺ, ഡിസൈൻ ഡിഫറെൻ്റ് ആയിട്ട് വരുന്നുണ്ട്. ദുപ്പട്ട വന്നിരിക്കുന്നത് ഇതുപോലെ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ളത്. നല്ല ഫ്ലോ ആണ്, നല്ല ഭംഗിയിലിടാൻ തയ്ച്ചിടാൻ പറ്റും. ബ്ലൂ ആണ് ബോട്ടം വന്നേക്കുന്നത്. 1720 റേഞ്ച്. നെക്സ്റ്റ് കളർ വരുന്നത് ഡാർക്ക് ബർഗൻഡി ഷെയ്ഡ്. ഇതാണ് വർക്ക്. 4 ഡിഫറെൻറ്റ് പാറ്റേണിലുള്ള വർക്കാണ്. അതുകൊണ്ട് ഞാൻ റാൻഡം പിക്ക് ചെയ്ത് കാണിക്കുന്നത്. ബാക്കിയെല്ലാം സൈറ്റിൽ ഫോട്ടോസ് അപ്ലോഡ് ചെയ്തേക്കാം. എല്ലാം സെയിം പാറ്റേൺ ഒക്കെ തന്നെ, ചെറിയ ചെറിയ വേരിയേഷൻസേ ഉള്ളൂ കേട്ടോ. എന്നാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് നോക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഓരോന്നും ഓപ്പൺ ചെയ്യുന്നത്. ബ്ലൂ, ബ്യൂട്ടിഫുൾ ബ്ലൂ ഷെയ്ഡ്, എല്ലാം നല്ല കളേഴ്സാണ്. ആ വർക്ക് നല്ല രസമുണ്ട്. ദുപ്പട്ട വന്നേക്കുന്നത് ബ്ലൂ തന്നെ, നല്ല ലെങ്ത്തും വിട്ടുമുള്ള ദുപ്പട്ടയുമാണ്. ദുപ്പട്ടയിലും ഹാൻഡ് വർക്കാണ് ചെയ്തേക്കുന്നത്. എൻ പോർഷനൊക്കെ നല്ല ഭംഗിയുള്ള കാന്ത വർക്ക് ചെയ്തിട്ടുണ്ട്. ബോട്ടം വന്നേക്കുന്നത് ഇതുപോലെ. നെക്സ്റ്റ് കളർ ബ്ലാക്ക്, വളരെ ഫേവറേറ്റ് കളർ കോമ്പിനേഷൻ. ബ്ലാക്കിൽ ആ വർക്ക് എന്ത് ഭംഗിയാന്ന് നോക്ക്, നല്ല രസമുണ്ട്. ദുപ്പട്ട ഇതുപോലെ, ആൻഡ് ബോട്ടം വന്നിരിക്കുന്നത് ഇങ്ങനെ. നെക്സ്റ്റ് കളർ വരുന്നത് പേർപ്പിൾ, ഡാർക്ക് പേർപ്പിൾ ഷെയ്ഡ്. പേർപ്പിളൊക്കെ ഇപ്പോൾ ഒരു ട്രെൻഡിങ് കളർ, എല്ലാവർക്കും ഇഷ്ടമുള്ള, നമ്മൾ ഏതിട്ടാലും പേർപ്പിൾ കളർ ആദ്യം പർച്ചേസ് ചെയ്യും എല്ലാവരും. ഇതുപോലെ ആൻഡ് ബോട്ടം വന്നേക്കുന്നത് ഇങ്ങനെ. അപ്പോൾ 4 ഡിഫറെൻറ്റ് പാറ്റേണിൽ ഞാൻ ഒരുവിധം എല്ലാം കാണിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ചുകൂടി ഉണ്ട്, അത് ഞാൻ ഫോട്ടോസ് സൈറ്റിൽ അപ്ലോഡ് ചെയ്തേക്ക്. നിങ്ങൾക്ക് നോക്കിയിട്ട് എടുക്കുക, അല്ലെങ്കിൽ എല്ലാം കൂടി കണ്ടുവരുമ്പോൾ നിങ്ങൾക്കും കൺഫ്യൂഷൻ ആവും. നോക്കിയിട്ട് എടുക്കുക കേട്ടോ. സൈറ്റ് ബുക്ക് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ഞാൻ ചെയ്യുന്നത് അത് വീഡിയോ. നമ്മുടെ സൈറ്റ് ബുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ഞാൻ ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചു. സൈറ്റ് എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അതുപോലെ തന്നെ നിങ്ങൾ ബുക്ക് ചെയ്താൽ മതി. നമ്മുടെ സൈറ്റിൽ ബുക്ക് ചെയ്യാനായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ ഡിസൈൻ ചെയ്തേക്കുന്നത്. സൈറ്റ് ഐ ഡി എന്ന് പറഞ്ഞാൽ www.glitzindia.in ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മുതൽ തുടങ്ങാം. നിങ്ങളിപ്പോൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ യൂട്യൂബിൽ ഓരോ വീഡിയോയുടെയും താഴത്തായിട്ട് ഷോർട്സ് അല്ല, ഡീറ്റെയിൽഡ് വീഡിയോയിൽ താഴത്തായിട്ട് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് സെപ്പറേറ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുർത്തിയുടെ ആണെങ്കിൽ ഓരോ കുർത്തീസിനും ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ആ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അതിന് മുമ്പ് തന്നെ ഫസ്റ്റ് നമ്മളൊരു ന്യൂ അറൈവൽസിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. അതൊരു ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് സ്ക്രീനിൽ ഇവിടെ കാണിക്കുന്നുണ്ടാവും. നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. ആ ഒരു ലിങ്കിൽ, യൂട്യൂബിലെ കാണുന്നെങ്കിൽ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിലേക്ക് എത്തും. അതിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ സെയിം കുർത്തീസാണ് എടുക്കുന്നതെങ്കിൽ കുർത്തീസിൻ്റെ സൈസസ് താഴെ കാണിക്കുന്നുണ്ടാവും. 38, 40, 42 അങ്ങനെ കാണിക്കുന്നുണ്ടാവും. ആ കുർത്തിയുടെ സൈസ് സെലക്ട് ചെയ്യാതെ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റില്ല. കുർത്തിയുടെ സൈസ് സെലക്ട് ചെയ്യാം. 38 ആണ് സെലക്ട് ചെയ്യുന്നത്. 38 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ആഡ് ടു കാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ബൈ നൗ ചെയ്യാവുന്നതാണ്. ആഡ് ടു കാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത ഒരു പേജിലേക്ക് എത്തും. അവിടെ നിങ്ങൾ അഡ്രസ്സൊക്കെ അടിച്ചു കൊടുക്കുക. 3 ഓപ്ഷൻസാണ് നമുക്ക് ഉള്ളത്. പിന്നെ കൊറിയറിന് ഉള്ളത് DTDC, പോസ്റ്റൽ, പിന്നെ കളക്ട് ഫ്രം സ്റ്റോറും ഉണ്ട്. DTDC ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്യാം. പോസ്റ്റലാണെങ്കിൽ പോസ്റ്റൽ സെലക്ട് ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ആണെങ്കിൽ കളക്ട് ഫ്രം സ്റ്റോർ ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ഓപ്ഷൻ അറിയാമല്ലോ നിങ്ങൾക്ക്. ഇവിടെ വന്ന് ഡയറക്റ്റ് നിങ്ങൾ
എടുക്കേണ്ടി വരും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പ്ലേസ് ഓർഡർ കൊടുക്കുക. പ്ലേസ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ഓപ്ഷനിലേക്ക് പോകും. അതിൽ ഗൂഗിൾ പേ, ക്രെഡിറ്റ് പേയ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ കാർഡ് എല്ലാം ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഗൂഗിൾ പേ ആണെങ്കിൽ ഗൂഗിൾ പേ ക്ലിക്ക് ചെയ്യുക. ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വെരിഫിക്കേഷൻ കോഡ് ഗൂഗിൾ പേയിലേക്ക് പോകുന്നുണ്ടാവും. അതൊന്ന് കൺഫേം ചെയ്ത് കൊടുക്കുക. UPI ID ചോദിക്കുന്നുണ്ടാവും. ഗൂഗിൾ പേയിൽ നിങ്ങളുടെ UPI ID ഉണ്ടല്ലോ, അതെടുത്തിട്ട് ഇതിലേക്ക് കൊടുക്കുക. പിന്നെ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ഗൂഗിൾ പേയിൽ ചെയ്യില്ലേ, അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്താൻ പറ്റും. പിന്നെ ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നത്. ഇപ്പം ഞാനിപ്പോൾ പറഞ്ഞത് ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോഴാണ്. ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് താഴെ ഇങ്ങനെ കാണുന്നുണ്ടാവും. അതിലേതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് സെലക്ട് ചെയ്യുക, എന്നിട്ട് ബൈ നൗ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് 2 പ്രൊഡക്റ്റ് ബുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രൊഡക്റ്റ് നിങ്ങൾ ആഡ് ടു കാർട്ട് ചെയ്യുക. നെക്സ്റ്റ് പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തിട്ട് അതും ആഡ് ടു കാർട്ട് ചെയ്തിട്ട് പിന്നെ പ്ലേസ് ഓർഡർ കൊടുത്ത് അതിലേക്ക് പോവുക. പിന്നെ ഇപ്പോൾ നിങ്ങളല്ലാതെ ബ്രൗസറിൽ www.glitzindia.in സെർച്ച് ചെയ്തിട്ടാണ് കയറുന്നതെങ്കിൽ സൈറ്റിലായിരിക്കും, ഹോം പേജിലായിരിക്കും നിങ്ങളെത്തുക. അതിൽ 3 ലൈൻസ് മുകളിൽ കൊടുത്തിട്ടുണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹോം പേജ്, ന്യൂ അറൈവൽ, കാറ്റഗറി ഓരോന്നും ഇങ്ങനെ കാണിക്കുന്നുണ്ടാവും. അതിൽ ന്യൂ അറൈവൽസ് ക്ലിക്ക് ചെയ്താൽ റീസെൻ്റ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് അവൈലബിൾ പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് കാണും. സീമോർ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും താഴത്തേക്ക് പ്രൊഡക്ട്സ് കാണും. അതിലേതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. ഞാനിപ്പോൾ പറഞ്ഞ പ്രോസസ്സിൽ തന്നെ ഓരോന്ന് സെലക്ട് ചെയ്ത് നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇപ്പം യൂട്യൂബിലായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ കൺവീനിയൻറ്റ്, കാരണം കറക്റ്റായിട്ട് ആ ലിങ്ക് വർക്ക് ചെയ്യും. ഫേസ്ബുക്കിലാണെങ്കിലും ലിങ്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്, മുകളിൽ തന്നെ ലിങ്ക് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്താൽ കറക്റ്റ് സൈറ്റിലെത്തും. ഇങ്ങനെ തന്നെ ഫോളോ ചെയ്ത് ബുക്ക് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലാണ് കാണുന്നതെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ബയോയിൽ പോയിട്ട് ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ബയോയിൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സെയിം ഹോം പേജിലായിരിക്കും വരിക. അവിടുന്ന് നിങ്ങൾക്ക് ന്യൂ അറൈവൽസ് വേണം എന്നാണെങ്കിൽ ആ 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക. ന്യൂ അറൈവൽസിൽ നോക്കുക, ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് എടുത്തിട്ട് അത് അങ്ങ് ഡയറക്റ്റ് അവിടുന്ന് ബുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ കാറ്റഗറി വൈസ് അല്ലാതെ നിങ്ങൾക്ക് ഓരോ പ്രൊഡക്റ്റ് വൈസ് കിട്ടണമെങ്കിൽ അങ്ങനെയും പർച്ചേസ് ചെയ്യാം. ഇപ്പോൾ സാരി ആണെങ്കിൽ സാരി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാരിയുടെ അണ്ടറിലുള്ള കോട്ടൺ ടസർ അങ്ങനെ കാറ്റഗറീസ് കിട്ടും. ഇപ്പോൾ ടസറാണ് വേണ്ടതെങ്കിൽ ടസറിൽ ക്ലിക്ക് ചെയ്താൽ ടസർ സാരീസ് അവൈലബിൾ ആയിട്ടുള്ളത് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും. അങ്ങനെ സിമ്പിളായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ സപ്പോർട്ട് മെയിൽ ID കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ ആ മെയിൽ IDയിലേക്ക് മെയിൽ ചെയ്യാം. അല്ലെങ്കിൽ സപ്പോർട്ട് നമ്മുടെ കസ്റ്റമർ സർവീസ് നമ്പേഴ്സ് ഉണ്ട്. ആ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്ത് തരും എങ്ങനെ ബുക്ക് ചെയ്യണം എന്നുള്ളത്. എന്തെങ്കിലും നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ നിങ്ങൾക്ക് ചോദിക്കാം, അല്ലെങ്കിൽ ഈ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്യാം. നമ്പേഴ്സ് ഞാൻ ഓൾറെഡി ഇതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്.